ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ സാമർത്ഥ്യമുള്ള ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഇത് വളരെ പ്രയോജനകരമായി തീരുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നമുക്ക് സന്ദർശവാക്യം 31 അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ സാമർഥ്യമുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് തൻ്റെ വീട് പണിതുകൊണ്ട് പോയത് എന്ന് അവിടെ വ്യക്തമായി ദൈവം ആ വചനത്തിലൂടെ സംസാരിച്ചിരിക്കുന്നു. അതുപോലെ നമുക്കും സാമർഥ്യമുള്ള ഒരു സ്ത്രീയായി തൻ്റെ ഭവനത്തിന് അനുഗ്രഹമായി, തൻ്റെ ഭവനത്തിലെ വ്യക്തി ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ നമുക്ക് സാധിക്കും. അതുമാത്രവുമല്ല, നമുക്ക് അനേകം വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ദൈവകൃപയാൽ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടാണ് മുറിയിൽ അടയ്ക്കപ്പെട്ടവൾ അല്ലെങ്കിൽ ഭവനത്തിൽ അടയ്ക്കപ്പെട്ടവൾ എന്ന് വേദനിച്ച് വരേണ്ട കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് ദൈവം വിശാലമായ വഴികളെ ദൈവം നമുക്കായി തുറന്നു തന്നിരിക്കുമ്പോൾ നമുക്ക് സാമർഥ്യമുള്ള ഒരു സ്ത്രീ ആണോ തൻ്റെ കഴിവുകളെ കുഴിച്ചിടാതെ, ദൈവം നമുക്ക് അനേകം കഴിവുകൾ തന്നിട്ടുണ്ട്. ഓരോ സ്ത്രീകൾക്കും പല വിധത്തിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകളെ നാം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. നമുക്കറിയാവുന്ന അറിവുകളെ അതിലൂടെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ സാധിക്കും, ഷെയർ ചെയ്യുവാൻ സാധിക്കും. നമുക്ക് തയ്യൽ പഠിപ്പിക്കുവാൻ അറിയാമെങ്കിൽ അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും. നാം തയ്ക്കുന്നത് എങ്ങനെയൊക്കെ എന്ന്, അതും കട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നും അളവെടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് നല്ലതായി ക്ലാസ് എടുത്ത് കൊടുക്കുവാൻ സാധിക്കും. അതിലൂടെയും നമുക്ക് തുച്ഛമായിട്ടാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഭർത്താവിനെയോ മക്കളെയോ ഒന്നും ആശ്രയിക്കാതെ തന്നെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നാം മുന്നോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് വഴികളെ തുറന്നു തരുവാനിടയായും. നാം ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഓരോരുത്തരുടെ അനുഗ്രഹവും ഭാഗ്യവും പോലെ ഇരിക്കും പെട്ടെന്ന് അത് പ്രചരിക്കപ്പെടുവാൻ. പക്ഷേ പതുക്കെയാണെങ്കിലും അത് ക്ലിക്കായി വരുമ്പോൾ അനേകം വ്യക്തികൾക്ക് അത് പഠിക്കുവാൻ, ഞാനൊരു എക്സാമ്പിളാണ് തയ്യലിനെ കുറിച്ച് പറഞ്ഞത്. ഡ്രോയിങ് അറിയാവുന്നവർക്ക് ഡ്രോയിങ് എങ്ങനെ പഠിപ്പിക്കാം എന്ന് നോക്കാം. ക്രാഫ്റ്റുകൾ ചെയ്യാൻ അറിയാവുന്നവർക്ക് ക്രാഫ്റ്റുകൾ, പല രീതിയിലുള്ള ക്രാഫ്റ്റുകളുണ്ട്. ഡോൾ മേക്കിംഗ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതുണ്ട്, സ്റ്റിച്ചിങ്ങിൽ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറീസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അല്ലാതെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് ബോട്ടിലൊക്കെ എങ്ങനെയാണ് പിക്ചേഴ്സ് വരയ്ക്കുക, പോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതെല്ലാം നമുക്ക് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ള വ്യക്തികളിലേക്ക് എത്തിച്ച് നമുക്ക് മറ്റുള്ളവർക്കും നമുക്കുള്ളതായ ആ അറിവുകളെ പകർന്നു കൊടുക്കുവാൻ സാധിക്കും. നിങ്ങളൊരു സാമർഥ്യമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ഭവനത്തിൻ്റെ അകത്ത് ആണെന്ന് നിങ്ങൾ ഇരുന്ന് വേദനിക്കാതെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട്, ദൈവത്തോട് ചോദിച്ചുകൊണ്ട്, ദൈവമേ, എനിക്ക് അപ്പൻ തന്നതായ ഇന്ന കഴിവുകളുണ്ട്, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ ദൈവമേ അത് എന്നിലൂടെ അങ്ങ് ഒരുക്കണമേ, അതിനായുള്ള കൃപകളെ അങ്ങ് എനിക്ക് പകർന്നു തരണമേ. ആ അറിവുകളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു പ്രയോജനമുള്ളൊരു പാത്രമാക്കി എന്നെ
രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായുള്ള സ്റ്റെപ്പുകൾ നാം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കുവാനിടയായിത്തീരും. അതുപോലെ തന്നെ ശുശ്രൂഷ ആഗ്രഹിക്കുന്ന അനേകം വ്യക്തിജീവിതങ്ങളുണ്ട്. ഒത്തിരിയും സ്ത്രീജനങ്ങൾ ഭവനത്തിലിരുന്നു കൊണ്ട് എനിക്ക് പുറത്തിറങ്ങി മറ്റുള്ളവരോട് എൻ്റെ അപ്പനെക്കുറിച്ച്, എന്നെ വഴി നടത്തുന്ന എൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച്, എനിക്ക് ഓരോ ദിവസവും ദൈവം അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവരോട് തൻ്റെ അപ്പനെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, യേശപ്പനെക്കുറിച്ച് പറയുവാൻ കഴിയുന്നില്ല എന്ന് വേദനിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ 7 വൻകരകളിൽ ജീവിക്കുന്നതായ വ്യക്തികളോട് നമുക്ക് സംസാരിക്കുവാൻ, വ്യക്തികളോട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിപ്പിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കുന്ന മേഖലകൾ അനേകമാണ്. ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ദൈവത്തെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കും. ദൈവം നമുക്ക് ചെയ്തു തരുന്ന നന്മകളെ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ സാധിക്കും. അതിലൂടെ ഒരു വ്യക്തിയെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ അടുപ്പിക്കുവാൻ സാധിച്ചാൽ അത് നാം ദൈവസന്നിധിയിൽ ചെയ്യുന്നതായ വലിയ മുത്തായി ദൈവം കണക്കാക്കും. മറിച്ച് ഭവനത്തിലിരുന്ന് എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, എനിക്കൊന്നിനും സാധിക്കുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി ഭവനത്തിൽ എന്നൊക്കെ പുലമ്പുന്നത് മതിയാക്കിയിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ മേഖലകളിലൂടെ ദൈവം നമുക്ക് ഏതാണോ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത് അതിലൂടെ നമുക്ക് ദൈവവചനം പറയുവാൻ സാധിക്കും. നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട പാത്രങ്ങളായി അനേകം പേർക്ക് പ്രയോജനപ്പെടുന്ന വ്യക്തികളായി നമുക്ക് മാറുവാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുവാൻ സാധിക്കും. വാട്സപ്പിലൂടെ, ഗൂഗിൾ മീറ്റിലൂടെ, സൂം മീറ്റിലൂടെ ഒക്കെ ട്യൂഷൻ എടുത്തു കൊടുക്കുവാൻ സാധിക്കും. അത് നാം ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് നടക്കാത്തതായ ഒരു കാര്യവുമില്ല. ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ദൈവവചനം പ്രഘോഷിക്കുവാൻ സാധിക്കും, നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കും, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അറിവുകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. ഞാനും യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ദൈവവചനം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അനേകം വ്യക്തികളോട് സുവിശേഷം ഈ രീതിയിലാണ് പറയുന്നത്. ഞാനും ഭവനത്തിലാണ് ഇരിക്കുന്നത്. സൺഡേസ് മാത്രമാണ് ഞാൻ പുറത്ത് ചർച്ചിലേക്കൊക്കെ പോകുന്നതും മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതും ഒക്കെ. എന്നാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് എനിക്ക് ലഭിക്കുന്നതായ നന്മകളെക്കുറിച്ച്, ദൈവം എനിക്ക് പകർന്നു തരുന്നതായ അറിവുകളെക്കുറിച്ച്, വചനത്തെക്കുറിച്ച് ഒക്കെ ദൈവനാമം മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമാണ്. അത് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. ഞാൻ ബാക്കി 7 ദിവസവും 7 ദിവസത്തിൽ 6 ദിവസവും ഭവനത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത്, ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് പറയുന്നത്. നാം ദൈവവചനത്തെ നാം മനസ്സിലാക്കി, ദൈവവചനത്തെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ആ വചനത്തെക്കുറിച്ച് നാം ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് നാം മറ്റുള്ളവരോട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ആ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതിലൂടെ ഒരു വ്യക്തിക്കെങ്കിലും അത് ഒരു അനുഗ്രഹമായി, ആ വചനം അനുഗ്രഹമായി, അല്ലെങ്കിൽ നാം ചെയ്യുന്ന ഏത് മേഖലയോ ആകട്ടെ, ട്യൂഷൻ ആകട്ടെ, ഡ്രോയിങ് ആകട്ടെ, ഏതായാലും
മറ്റുള്ളവർക്ക് അത് ഒരു അനുഗ്രഹമായി തീർന്നാൽ, മറ്റുള്ളവർക്ക് അത് പ്രയോജനമായി തീർന്നാൽ, അത് നാം വലുതായിട്ട് കാണുക. അത് ഒരാൾക്കെങ്കിലും അനുഗ്രഹമായി തീർന്നാൽ, നമ്മുടെ യൂട്യൂബ് സ്ഥിരം കാണുന്ന ഒരു വ്യക്തിക്ക് അത് വലിയ പ്രയോജനപ്പെട്ടു, അനുഗ്രഹമായി എന്ന് നാം മനസ്സിലാക്കിയാൽ, സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ, നമുക്ക് അത് വലുതായി നാം കാണുക. ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കി അതിലൂടെ നന്മകൾ ദൈവം നമുക്ക് നിറച്ചു തരുവാനും അനുഗ്രഹം നിറച്ചു തരുവാനും ഭവനത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ തൊഴിലുകൾ ചെയ്യുവാനും ഒരു സാമർഥ്യമുള്ള ഒരു സ്ത്രീയായി നമുക്ക് മാറുവാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം നമുക്ക് പറഞ്ഞു തരുക തന്നെ ചെയ്യും.